പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുമായി പ്രസിദ്ധമായ ഓച്ചിറക്കളി നടന്നു. ഓണാട്ടുകരയുടെ ആയോധന കലയുടെ തനിമ നഷ്ടമാകാതെ അങ്കച്ചുവടുകളും അടവുകളും പ്രദർശിപ്പിക്കാൻ വ്രതം നോറ്റാണ് യോദ്ധാക്കൾ ഓച്ചിറ പടനിലത്തേക്കെത്തിയത്. ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് യുദ്ധസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളി നടന്നത്. പ്രത്യേക വായ്ത്താരിയോടെ വടി, വാൾ, പരിച എന്നിവ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന് സമീപമുള്ള വെട്ടുകണ്ടത്തിൽ യോദ്ധാക്കൾ ഏറ്റുമുട്ടിയത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയുള്ള പരിശീലനത്തിനൊടുവിലാണ് പ്രത്യേക വേഷവിധാനത്തോടെ ആയുധങ്ങളേന്തിയ യോദ്ധാക്കൾ കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. പടനിലത്തിലെത്തിയ കളിസംഘങ്ങളെ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും സ്ഥാനികളും ചേർന്നാണ് പരബ്രഹ്മഭൂമിയിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് കരഘോഷയാത്രയും കരക്കളിയും നടന്നു. കരക്കളിക്ക് ശേഷം കരനാഥന്മാർ എട്ടുകണ്ടത്തിന്റെ മധ്യഭാഗത്തിറങ്ങി കര പറഞ്ഞ് ഹസ്തദാനം നടത്തിയാണ് കളി ആരംഭിച്ചത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുമായി 300ഓളം കളിസംഘങ്ങളാണ് പങ്കെടുത്തത്. ഇതെന്നൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ 58 കരയിലെ ഒരു കളരി പോലെ തന്നെ ഒച്ചിറ കളിയാണ്. ഇത് രണ്ട് കരകൾ തമ്മിൽ കളിക്കുന്ന ഒരു കരയായിരുന്നു. ഇപ്പോൾ ഒരു ആചാരപരമായിട്ട് ഞങ്ങൾ നടത്തുന്നത്. പണ്ടത്തെ തലമുറയിൽ നമുക്ക് ഈ പടവെട്ടുള്ള സമയത്ത് ശത്രുരാജ്യത്തെ ചെറുക്കാൻ വേണ്ടി ആയുധ കലകൾ നമുക്ക് വേണ്ടി പരിശീലിപ്പിച്ച വേണ്ടിയാണ് ഈ പടവെട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തവണ പരിശീലനങ്ങൾ പൂർത്തിയാകാൻ സമയമെടുത്തത് കളിയെ ബാധിച്ചു. കളിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജേഴ്സിയും പാരിതോഷികങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വെട്ടുകണ്ടത്തിലെ കളിക്ക് ശേഷം തടികണ്ടത്തിലും കളി നടത്തി ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ സ്നാനത്തിന് ശേഷമാണ് യോദ്ധാക്കൾ പിരിഞ്ഞുപോയത്. ന്യൂസ് മലയാളം, കൊല്ലം.